ഹായ് മക്കളെ, നിങ്ങളുടെ ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അസ്ലം സാർ പറയാൻ പോകുന്നത്. അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും, റിയാക്റ്റൻസും പ്രൊഡക്ട്സും. വളരെ സിമ്പിളാണ്. 2 3 അതോ അതിലേറെ മാർക്ക് ഇതിൽ നിന്ന് തന്നെ ചോദിക്കാം. അപ്പം എൻ്റെ മക്കൾ ഇത് പഠിച്ച് കിടുക്കാഴ്ചയായി പോയിക്കോ. വാട്ട് ഈസ് റിയാക്റ്റൻസ്, വാട്ട് ഈസ് പ്രൊഡക്ട്സ്? എന്താണ് അഭികാരങ്ങൾ, എന്താണ് ഉൽപ്പന്നങ്ങൾ എന്നാണ്. എടാ, substances which take part in chemical reaction known as reactants and the substances formed as known as products. അതായത് ഒരു രാസപ്രവർത്തനത്തിലേക്ക് പങ്കെടുക്കുന്നവരെ അഭികാരങ്ങൾ എടുക്കും. പങ്കെടുത്തതിൻ്റെ ഫലമായി കിട്ടുന്നതിനെ ഉൽപ്പന്നങ്ങളെന്നും വിളിക്കും. എടാ, നമ്മൾ രാസപ്രവർത്തനത്തിലേക്ക് എന്താണോ പങ്കെടുക്കുന്ന അഭികാരമാണ്. ഇപ്പോൾ ഉദാഹരണൻ്റെ വാച്ച് ഒരു പ്രോഡക്റ്റാണ്. അതിൻ്റെ അഭികാരങ്ങൾ എന്തൊക്കെയാടാ? ആ വാച്ചിലേക്ക് എന്തൊക്കെ പങ്കെടുത്തോ അതൊക്കെ അതിൻ്റെ അഭികാരങ്ങളാണ്. എടാ, അതിൻ്റെ പട്ട, ഇതിൻ്റെ സ്ട്രാപ്പ് മീൻസ് പട്ട, പിന്നെന്താടാ ബാറ്ററി, ഗ്ലാസ്, ഇതിൻ്റെ സൂചി, ഇതിൻ്റെ അക്കങ്ങൾ എല്ലാം കൂടിയിട്ടാണല്ലോ എനിക്ക് എന്ത് കിട്ടിയത്, വാച്ച് കിട്ടിയത്. സോ വാച്ച് ഈസ് എ പ്രൊഡക്റ്റ്. ഇപ്പം എൻ്റെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ഈസ് എ പ്രൊഡക്റ്റ്. അതിലെന്തൊക്കെ പങ്കെടുത്തിട്ടുള്ളത്? അതിൻ്റെ സ്വിച്ച്, അതിൻ്റെ ക്യാമറ, അതിൻ്റെ ബാറ്ററി, ഇതിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക? റിയാക്റ്റൻ്റ് എന്നാണ് വിളിക്കുക. അപ്പം മക്കളോട് ചോദിക്കുകയാണ് റിയാക്റ്റൻസും പ്രൊഡക്ട്സും. എക്സാമിന് ഇപ്പോൾ തരാണ്, കാർബണും ഓക്സിജനും തമ്മിൽ കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതിലെ അഭികാരങ്ങൾ എന്ത്, ഉൽപ്പന്നങ്ങൾ എന്ത്? എൻ്റെ മക്കളെ, ആ ക്വസ്റ്റ്യൻ ഉണ്ട് കാർബണും ആരും തമ്മിലാണ് മക്കളെ, ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്തുണ്ടായി എന്നാ പറഞ്ഞത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഈ കാർബണും ഓക്സിജനും നമ്മൾ എന്താടാ വിളിക്കുക? റിയാക്റ്റൻസ് എന്നാണ് വിളിക്കുക. എന്താ മക്കളെ? റിയാക്റ്റൻസ് എന്ന് പറഞ്ഞ അഭികാരകം. അപ്പൊ നമുക്ക് അവരുടെ രണ്ടുപേരും തമ്മിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായി കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഉൽപ്പന്നമാണ്. സോ കാർബണും ഓക്സിജനും എന്താണ് മക്കളെ? റിയാക്റ്റന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പ്രോഡക്റ്റ് ആണ്. എന്നാ എൻ്റെ മക്കൾ ഉഷാറായിട്ട് പറഞ്ഞേടാ, എൻ്റെ മക്കൾ ഉഷാറായിട്ട് പറഞ്ഞേ. ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ കൂടി ചേർന്നാൽ എന്ത് കിട്ടുമെടാ? ഡാഷ് കിട്ടും. ആ ഡാഷാണ് മക്കളെ എന്ത്? ഹൈഡ്രജനും ക്ലോറിനും കൂടിയാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും, അഥവാ HCl ഉണ്ടാവും. അപ്പോൾ എച്ചും സി എല്ലും എന്ന് പറഞ്ഞ ഈ രാസപ്രവർത്തനത്തിലെ ആരാണ് മക്കളെ? റിയാക്റ്റൻ്റ് ആണ്. എച്ച് ഈസ് എ റിയാക്റ്റൻറ്റ്, CL ഈസ് എ റിയാക്റ്റൻറ്റും കൂടി ചേർന്ന് കിട്ടിയ HCl എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇറ്റ്സ് എ പ്രോഡക്റ്റ്. എന്താ മക്കളെ? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നമാണ്. അപ്പോൾ എച്ചും CLും കൂടിയിട്ടാണ് മക്കളെ നമുക്ക് എന്ത് കിട്ടിയത്? HCl കിട്ടിയത്. അപ്പം എൻ്റെ മക്കൾ മറക്കരുത്. എന്നാൽ എൻ്റെ മക്കൾ പറഞ്ഞേടാ, Na+Cl gives എന്ത് കിട്ടുടാ? NaCl കിട്ടും. സോ എയും സിഎല്ലും ഇതിലെ ആരാണ് മക്കളെ? അഭികാരങ്ങളാണ്, റിയാക്റ്റന്റ് ആണ്. എയും സിഎല്ലും പങ്കെടുത്തത് കൊണ്ടാണ് നമുക്ക് NaCl എന്ന എന്ത് കിട്ടിയത് മക്കളെ? പ്രോഡക്റ്റ് കിട്ടിയത്. ഇതെന്നെ മക്കൾ എന്ത് ചെയ്യരുത്? മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതിൻ്റെ ആൻസർ മക്കൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കണം. H+I gives ഡാഷ്. അപ്പോൾ നമുക്കിത് ബാലൻസ് ചെയ്താണ്ടൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ എൻ്റെ മക്കളെ ഹയർ സ്റ്റഡീസിൽ പഠിക്കാം. അപ്പോൾ എച്ചും ഐയും കൂടിച്ചേർന്നാൽ എന്തോ ഒന്ന് കിട്ടും. അതെന്നെ മക്കൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. എന്നാൽ ഞാൻ ചോദിക്കട്ടെടാ, ഈ എച്ചും ഐ എന്ന് പറഞ്ഞാൽ ഇതിലെ ആരാണ് മക്കളെ? റിയാക്റ്റൻ്റ് എന്നാണ്. റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞ അഭികാരകമാണ്. കിട്ടിയ ഡാഷ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആണ്. ആ ഡാഷ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ പഠിക്കാനുള്ള ടോപ്പിക്ക്. മക്കൾ മറക്കരുത്, എക്സാമിന് വന്നാൽ എഴുതി പഠിക്കുക. പിന്നെ മക്കളോട് പറയാനുള്ളത്, നമ്മുടെ ഓണം എക്സാമിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളി. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റായി പഠിക്കാൻ ഫാസ്റ്റ് ട്രാക്കിലൂടെ മക്കൾ അടിച്ചു പൊളിച്ച് പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? എക്സാമിൻ്റെ എന്ത് ചെയ്യുക? ലൈവൊക്കെ കാണാൻ മറക്കരുത്. പഠിക്കുക, സെറ്റാക്കുക, കൂടെ പോന്നോളി, പൊളിക്കാം നമുക്ക്.